കുറച്ച് ദിവസമായിട്ട് വീഡിയോ ഇടാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അത് വേറൊന്നുമല്ല, പിള്ളേർ 10ാം ക്ലാസ്സിലാണ്. അപ്പോൾ 10ാം ക്ലാസ്സിലൊക്കെ പരീക്ഷകൾ പ്രിപ്പയറിങ്ങും കാര്യങ്ങളും ഒക്കെ ആയിരുന്നു. അതുകൊണ്ടാണ് വീഡിയോ ഇടാൻ പറ്റാഞ്ഞത്. സുണ്ടപ്പന എടുക്കാം. സുണ്ടപ്പനെ കണ്ടിരുന്ന കുറെ ആൾക്കാർ വിളിക്കുന്നുണ്ടായിരുന്നു കേട്ടോ. സുണ്ടപ്പൻ പറ. അതെ പാവ. ചക്കര കുഞ്ഞാണി പാട്. കുഞ്ഞാണി കുഞ്ഞാണി തിന്നണ പുഞ്ഞാണി പാപ്പിച്ച തിന്നണ പുഞ്ഞാണി കുഞ്ഞാണി കുഞ്ഞാണി. വേറെ പാട്ട് പാടുന്നുണ്ടോ? വേറെ പാട്ട് പാടുന്നുണ്ടോ? അപ്പൊ അതുകൊണ്ടൊക്കെ വീഡിയോ ഇടാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. പിന്നെ വേറൊരു സന്തോഷ വാർത്തയുണ്ട്. ഒരു വിധത്തിലാണ് നമ്മുടെ നടുവ് ഒടിഞ്ഞപ്പോൾ ശരിയായൊക്കെ വന്നത്. അന്ന് ഡോക്ടർ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇനി വീടര മോളെ ശ്രദ്ധിച്ച് നടക്കാവുന്നതൊക്കെ പറഞ്ഞായിരുന്നു. അപ്പൊ ശ്രദ്ധിച്ച് നടന്ന് കഴിഞ്ഞ ദിവസം ഒന്ന് വീണ് പിന്നെയും നടുവിന് ചെറിയ ബുദ്ധിമുട്ടൊക്കെ ആയിരുന്നു. ചികിത്സ സെറ്റായി വരുന്നുള്ളായിരുന്നു. ഇന്നലെ സുണ്ടപ്പം വെള്ളം കൊണ്ട് ഒഴിച്ചിട്ടുണ്ടായിരുന്നു. അവിടെ ഞാൻ കണ്ടില്ല. നടന്നു ചെന്നപ്പോൾ വെള്ളത്തെ തെന്നിയാണ് വീണു. നടുപിടിക്കല്ലേ ദൈവമേ കൈ അങ്ങോട്ട് കുത്താൻ പോയി. കൈ കുത്താൻ പോയത് കൊണ്ട് കൈ ഒന്ന് ഈ നടുവിരല്, അയ്യോ അതിന്റെ കർത്താവ്, അത് തെറിയല്ല കേട്ടോ. ഞങ്ങൾ ചെന്തോ അങ്ങനെ വിരലാണെങ്കിൽ തെറിയാന്ന് പോലെ എനിക്ക് കഴിഞ്ഞ ദിവസമായിട്ടാണ് മനസ്സിലായത്. ഒരു സിനിമ കണ്ടപ്പോൾ. സോറി കേട്ടാ. ഈ നടുക്കത്തെ വിരല്, ഈ നടുക്കത്തിന് വിരലിന്റെ ഇത് ഇവിടെ വെച്ച് എല്ലിനൊരു പൊട്ടുണ്ട്. അപ്പം ഇതാണ് എക്സ്റേ ഒക്കെ എടുത്ത് കേട്ടോ കൊണ്ടുപോയി. അപ്പോൾ എക്സ്റേ എടുത്തപ്പോൾ ഓർത്തോ കാണിക്കാൻ പറഞ്ഞു വിട്ടു. എക്സ്റേ എടുത്തപ്പോൾ ഈ നടുവരലിൻ്റെ അവിടെ ഒരു പൊട്ടുണ്ട്. അതുകൊണ്ട് ഓർത്തോ കാണിക്കാൻ പറഞ്ഞു. ഞാൻ ഈ എക്സ്റേ ശരിക്കും പറഞ്ഞാൽ പരിശോധിച്ചിട്ട് ആധികാരികമായി പറയുകയാണെങ്കിൽ എൻ്റെ കാഴ്ചപ്പാടിൽ ചുമ്മാ ദശയില്ലാത്ത കുറച്ച് അസ്ഥി കൂടെ ഇരിക്കുന്നു ഇവിടെ. അതല്ലാതെ എനിക്കിതിനകത്ത് പ്രത്യേകിച്ചൊന്നും തോന്നിയില്ല. അവർ പറയുന്നില്ല അതിൻ്റെ അകത്ത് പൊട്ടലുണ്ട്, ചീത്തലുണ്ട്, അങ്ങനെയുണ്ട് ഇങ്ങനെയുണ്ടെന്നൊക്കെ പറയുന്നത് അവർ പറയുന്നത്. എനിക്ക് തന്നെ അസ്ഥികളുമായിട്ടാണ് തോന്നിയുള്ളൂ. ഇറച്ചിയില്ല, ദശയില്ല, ഒന്നുമില്ലാത്ത ഇറച്ചിയായിട്ടാണ് തോന്നിയിട്ടുള്ളൂ. അപ്പോൾ ഇന്ന് വൈകിട്ട് കൊണ്ടുപോയി ഫ്ലാസ്ക് ഇടാൻ പറഞ്ഞിരിക്കുകയാണ്. അപ്പോൾ ഫ്ലാസ്ക് ഇടാൻ പറഞ്ഞപ്പോൾ ഞാൻ ഫ്ലാസ്ക് ഇടാൻ മടിച്ചത് വേറെ ഒന്നുമല്ല. മൈക്ക് സ്റ്റോണിൻ്റെ ഒരു അവാർഡ് എനിക്ക് കിട്ടുന്നുണ്ട് നാളെ മറ്റേ വല്ലാർപാടത്ത് വെച്ച്. അപ്പോൾ അത് വാങ്ങാൻ പോകണം. അപ്പോൾ ഇതിങ്ങനെ ഫാസ്റ്റൊക്കെ ഫുള്ളിട്ടിട്ട് കൈയൊക്കെ കെട്ടി തൂക്കിയിട്ടുണ്ട് എങ്ങനെ പോകും. അപ്പോൾ എനിക്ക് ഭയങ്കര മടിയാണ്. അതുകൊണ്ട് ഞാൻ എത്തില്ല. അപ്പോൾ ഇന്നെന്താണെങ്കിലും വിടാതിരിക്കാൻ പറ്റത്തില്ല. അത്രയ്ക്ക് നല്ല വേദനയുണ്ട്. ഭയങ്കര വേദനയാണ്, സഹിക്കാൻ പറ്റാനുള്ള. കൈയൊക്കെ തൂക്കിയിടുമ്പോൾ ജീവൻ പോവുകയാണ്. ഒരു പൊട്ടലുണ്ട്, അതുകൊണ്ടാണ്. അപ്പോൾ ഇവിടെ കൂടെ കാണിക്കണം എന്നുകൊണ്ടേ ഇടണം. അപ്പം ഞാനപ്പോൾ വിചാരിച്ചതെന്ന് വേറെ ഒന്നും എല്ലാം മഞ്ചിച്ചിട്ടുണ്ടല്ലോ, ഒരു അഴിച്ചൊക്കെ മാറ്റാൻ പറ്റുന്ന ഫാസ്റ്റ് ഇടുന്ന പോലെ സാധനമുണ്ടല്ലോ, അത് മേടിക്കാൻ ഉദ്ദേശിക്കുന്നത്. അതാകുമ്പോൾ അത്യാവശ്യം ഒന്ന് കുളിക്കുമ്പോഴൊക്കെ ഒന്ന് ഊരി വെക്കാൻ. അപ്പം അങ്ങനെ എന്താ ഇന്ന് ഫാസ്റ്റ് ഇടാൻ പോവാണ്. 5 മണി 6 മണിയാവുന്ന ഡോക്ടർ വരുമ്പോഴത്തേക്കും. അതുകൊണ്ട് വെച്ചോണ്ടിരിക്കണം. ഭയങ്കര വേദനയാണ്. എങ്കിലും നമുക്ക് ചിരിക്കും കളിക്കും കുറവൊന്നുമില്ല. കൈ അവിടെ ഇരുന്നോളും. പിന്നെ അതങ്ങനെ പോണ്. പിന്നെ കഴിഞ്ഞ ദിവസം എൻ്റെ മക്കളെ 10ാം ക്ലാസ്സിൽ പരീക്ഷ കണ്ടോ. എല്ലാവരും എൻ്റെ മക്കൾക്കൊന്ന് പ്രാർത്ഥിക്കണേ. അത് പ്രത്യേകിച്ച് പറയാം. എല്ലാവരും പ്രാർത്ഥിക്കണം. എനിക്ക് പ്രാർത്ഥിക്കുന്നറിയാം, എങ്കിലും പ്രാർത്ഥിച്ചേക്കണേ. കാരണം അവർ മലയാളം മീഡിയത്തിലാണ് ആദ്യം പഠിച്ചു വന്നത്. അതിൻ്റെ പോരായ്മയും കാര്യങ്ങളൊക്കെ ഒത്തിരി ഉണ്ട്. അപ്പോൾ അതിൻ്റെ വിഷയങ്ങൾ ഒത്തിരി ഉണ്ട്. അപ്പോൾ എല്ലാവരും എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. അതുപോലെ കണ്ണൂരിൽ നിന്ന് ഒരു വെഡ്ഡിങ് കളക്ഷനിൽ നിന്ന് ഒരു ചേച്ചി വിളിച്ചിട്ടുണ്ട്. ലാവണ്യ ടെക്സ്റ്റൈൽസ് ആണ്. ടെക്സ്റ്റൈൽസ് അല്ല, ലാവണ്യ വെഡ്ഡിങ് കളക്ഷൻ എന്ന് പറയുന്നൊരു കടയിൽ നിന്ന് എന്നെ വിളിച്ചിട്ടുണ്ടായിരുന്നു. എന്നെ വിളിച്ചിട്ട് ആദ്യമേ സംസാരിച്ചപ്പോൾ തന്നെ ഒത്തിരി സങ്കടപ്പെട്ട സംസാരിച്ചത്. ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞില്ലേ, മഞ്ചേച്ചിയുടെ പറഞ്ഞില്ലേ ഫ്ലോറിൽ വെച്ചിട്ട്, മഞ്ചേച്ചി ഞാനൊരു ചുരിദാർ ഇടാൻ കുതിച്ചിട്ടുണ്ട് മഞ്ചേച്ചി എന്ന് ഞാൻ പറയുന്നൊരു വീഡിയോ ഉണ്ടായിരുന്നു. ആ വീഡിയോ കണ്ടിട്ട് അവർക്ക് സങ്കടം തോന്നിട്ട് എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, മോളിഞ്ഞ് മരണം വരെ ഒരു ഡ്രസ്സ് ഇടാൻ പോലും കൊതിച്ചു എന്നൊരു വാക്ക് ആഗ്രഹമുണ്ട്, കൊതിക്കുന്നു എന്ന് പറയരുത്. എത്ര വില കൂടിയ ഒരു ഡ്രസ്സാണേലും നിനക്ക് ഇടാൻ ആഗ്രഹം വന്നാൽ ഈ ചേച്ചിനെ വിളിച്ചിട്ട് പറയണം നിനക്ക് ഇത് ഇടാൻ ആഗ്രഹമുണ്ടെന്ന് പറഞ്ഞാൽ 2 ദിവസത്തിലെ സാധനം വീട്ടിലെത്തും എന്ന് പറഞ്ഞു. കൂടപ്പുറപ്പിനെ പോലെ കാണാം. എന്ത് ബുദ്ധിമുട്ടുണ്ടല്ലോ എന്നെ വിളിക്കണമെന്ന് പറഞ്ഞു ഒത്തിരി നേരം സംസാരിച്ചിട്ടുണ്ടായിരുന്നു. ആദ്യം തന്നെ അവർക്ക് ഒത്തിരി നന്ദി പറയുന്നു. കാരണം ഇന്ന് വരെ എനിക്ക് എന്തായാലും വേണോ എന്ന് ചോദിക്കാൻ ആരും ഉണ്ടായിരുന്നില്ല. ആ സ്ഥാനത്ത് എനിക്കൊരു കൂടപ്പുറപ്പിൽ പോലെ എന്നെ വന്നിട്ട് അങ്ങനെ ചോദിച്ചാൽ ഞാൻ ഒത്തിരി നന്ദി പറയുന്നത് കേട്ടോ. ആദ്യം പിന്നെ ഉണ്ടായ ഒരു സംഭവം എന്നാന്ന് ചോദിച്ചാൽ, നമ്മുടെ കുമരകത്ത് പോയ വീഡിയോ ഒക്കെ കണ്ടായിരുന്നല്ലോ. വീഡിയോ ഒക്കെ കണ്ടല്ലോ. ഇതാണ് കേട്ടോ, സൂപ്പർ ഫോട്ടോ കേട്ടോ. ഇതാണ് എനിക്ക് അവിടെ കിട്ടിയ ആദരവ്. ഒത്തിരി ആദരവ് കിട്ടിയിട്ടുണ്ട്. കാണിച്ചു കൊടുക്കട്ടെ. ഒത്തിരി ആദരവ് എനിക്ക് കിട്ടിയിട്ടുണ്ട് കേട്ടോ. ആയിരിക്കുന്നതെല്ലാം എനിക്ക് കിട്ടിയ ആദരവുകളാണ്. അപ്പൊ ആദരവ് കിട്ടിയിട്ടുണ്ട്. പക്ഷെ ഇത് അവിടുന്ന്
കിട്ടിയത് ഫ്ലോറിൽ നിൽക്കുന്ന ഫോട്ടോയാണ് കേട്ടോ ഇത്. ഇതിന് അതുകൊണ്ട് തന്നെ മേക്കപ്പ് ഉള്ളതുകൊണ്ട് ഭയങ്കര സുന്ദരിയായിട്ടുണ്ട് ഫോട്ടോയ്ക്കകത്ത്. ഇതെനിക്ക് അവിടെ നിന്ന് കിട്ടിയതാണ് കേട്ടോ. ഇതിനെപ്പറ്റി പറയുകയാണെങ്കിൽ ആദ്യം തന്നെ ഞാൻ ഇതിനെപ്പറ്റി പറയുമ്പോൾ ഉണ്ടല്ലോ, ആദ്യം ഞാൻ താമസിച്ചാണ് ചെന്നത്. 11:00 എല്ലാം വേണ്ട 12 മണി 12:15 ആയി ഞാൻ ചെന്നത്. അപ്പോൾ അത് വേറൊന്നുമല്ല, നമ്മളിവിടെ നിറയെ കഴിഞ്ഞപ്പോഴത്തേക്കും റോഡിൽ മൊത്തം പാലമ്പണി നടക്കുന്നതുകൊണ്ട് ഭയങ്കര ബ്ലോക്കായിരുന്നു. ബ്ലോക്കായി അവിടെ 1 മണിക്കൂർ കിടക്കേണ്ടി വന്നു ബ്ലോക്കിൽ. അങ്ങനെയാണ് ഞങ്ങൾ അവിടെ ചെല്ലുന്നത്. ചെന്ന് കഴിഞ്ഞപ്പോൾ തന്നെ ഞാൻ ആരും സ്വീകരിക്കാനൊന്നും വരണമെന്നും അങ്ങനൊന്നും ആഗ്രഹിച്ചില്ല. എന്നിട്ട് വിളിച്ചൊന്നുമില്ല. ഞാൻ നേരെ ഒരു ഞാൻ സാധാരണക്കാരി ആയതുകൊണ്ട് തന്നെ ഞാൻ സാധാരണ രീതിക്ക് തന്നെ നേരെ കയറി ചെന്നു. അപ്പം ആരോ ഒരാൾ എന്നെ കണ്ടു പെട്ടെന്ന് അയ്യോ സുതിമോള് വന്നേ എന്നൊരു വാക്ക് പറഞ്ഞപ്പോൾ തന്നെ ഓടിച്ചോളം നിറച്ച് ജനമായിരുന്നു. പെട്ടെന്ന് ഈ മാലപ്പടക്കത്തിലൊക്കെ തീ പൊട്ടും പോലെ കയ്യടിയെന്ന് പറഞ്ഞാൽ ഞങ്ങൾ പ്രതീക്ഷിച്ചില്ല അങ്ങനൊരു സീൻ അവിടെ നടക്കുന്നത്. അതുകൊണ്ട് തന്നെ അത് വീഡിയോ എടുക്കാനും പറ്റില്ല ചേട്ടായിക്ക്. ചേട്ടായി ഓടിപ്പിടിച്ച് കാറാന്നിറങ്ങി ഇപ്പുറം വഴി ഓടി വന്നപ്പോഴത്തേക്കും കയ്യടി കഴിഞ്ഞ് എന്നെ സ്റ്റേജിൽ കയറ്റി. അപ്പോഴത്തേക്കാണ് ആളെത്തിയത്. അത്ര നിറഞ്ഞ കയ്യടിയോട് കൂടിയാണ് എന്നെ അവർ സ്വീകരിച്ചത്. അതിൽ ഒത്തിരി നന്ദിയുണ്ട് കേട്ടോ. കുമരകം ചെങ്ങളത്ത് എന്നെ വിളിച്ച്. അങ്ങനെ പിന്നെ എൻ്റെ വലിയച്ഛൻ്റെ മോളുണ്ടായിരുന്നു അവിടെ. വലിയച്ഛൻ്റെ മോള് സ്റ്റേജിൽ കയറി വന്നിട്ട് എന്നെപ്പറ്റി സംസാരിച്ചപ്പോൾ ഞാൻ ആകെ സെൻറ്റി ആയിപ്പോയി. ഞാൻ കുറേ കോമഡിയൊക്കെ പറയണമെന്ന് ഓർത്താണ് പോയത്. പക്ഷെ ഭയങ്കര സെൻറ്റി ആയിപ്പോയി ചേച്ചി എന്നെപ്പറ്റി ഒത്തിരി പറഞ്ഞപ്പോൾ. കാരണം ഒന്നുമില്ലായ്മയിൽ ഞാൻ നടന്ന കാര്യങ്ങളും വളർന്ന കാര്യങ്ങളും എല്ലാം പറഞ്ഞിട്ട് ഈ നിലയ്ക്ക് ഇവിടെ വന്നിരിക്കുന്നത് ഞാൻ അഭിമാനിക്കുന്നു എന്ന് പറഞ്ഞപ്പോൾ ആകെ എൻ്റെ കൈവിട്ട് പോയി. പരിപാടി കഴിഞ്ഞപ്പോൾ തന്നെ സ്റ്റേജിലോട്ടൊക്കെ ആൾക്കാർ ഓടി ഇടിച്ച് കയറി വന്ന് ഫോട്ടോ എടുക്കുകയും കെട്ടിപ്പിടിക്കുകയൊക്കെ ചെയ്യുന്നുണ്ടായിരുന്നു. ചോറിനാൻ പോലും എനിക്ക് പറ്റണുണ്ടായിരുന്നില്ല. അത്രയ്ക്കും എന്നെ സ്നേഹിക്കുന്ന ആൾക്കാരുണ്ടെന്ന് എനിക്ക് അവിടെ വെച്ചാണ് മനസ്സിലായത്. അവിടുന്ന് ആ ചേച്ചി എന്നെ വിളിച്ച ചേച്ചി എനിക്ക് ചുരിദാറൊക്കെ ഗിഫ്റ്റ് തന്നു. ആ ചുരിദാർ കാണിച്ചു തരാട്ടാ. എനിക്കപ്പോൾ അവിടുത്തെ ചേച്ചി എന്നെ വിളിച്ച ചേച്ചി എനിക്ക് ചുരിദാറൊക്കെ ഗിഫ്റ്റ് ചെയ്തു കേട്ടോ. അന്ന് എനിക്ക് ഗിഫ്റ്റ് തരുന്നതായിട്ടൊരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ചുരിദാർ ഏതാണെന്ന് കാണിക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഇതാണ് ചുരിദാർ. ഷാളാണ് കേട്ടോ. ഷാള് ഇതാണ് ചുരിദാർ. എനിക്ക് മേടിച്ചത് ചുരിദാറാണത്. അവിടുന്ന് ഇതാണ് കിട്ടിയ ഗിഫ്റ്റ്. ഇത് തന്ന ചേച്ചിക്ക് ഞാൻ ഹൃദയം നിറഞ്ഞ് നന്ദി പറയുന്നത് കേട്ടോ. പിന്നെ ഒത്തിരി സന്തോഷമായി. ഇങ്ങനെ ഞാൻ ഇത്രയും ഓരോ പരിപാടിക്ക് പോയിട്ടുണ്ട്. ഇത്രയും എന്നെ സ്നേഹിക്കുക ജനങ്ങളുടെ സപ്പോർട്ട് ഉണ്ട് എന്ന് എനിക്ക് അറിയാൻ കൂടിയോ. ഇതുപോലെ എനിക്ക് ശ്വാസം പോലും വിടാൻ പറ്റാതെ ആൾക്കാരെന്നെ പൊതിയിൽ നിന്നും കണ്ടപ്പോൾ ഞാൻ ആകെ തകർന്നുപോയി. ഞാൻ ഓർത്തില്ല. അതിന് ഞാൻ ഒത്തിരി നന്ദിയുണ്ട്. അപ്പം ഇനി അടുത്തൊരു പ്രോഗ്രാം വരുന്നതെന്ന് വെച്ചാൽ അവാർഡാണ് നാളെ. അത് വായിക്കാൻ പോകണം. അതിൻ്റെ വീഡിയോയും കാര്യങ്ങളൊക്കെ ആയിട്ട് ഞാൻ വരുന്നുണ്ട്. അതുപോലെ തന്നെ വേറെ വുമൻസ് ഡേയുടെ അന്ന് എനിക്കൊരു പ്രോഗ്രാം വന്നിട്ടുണ്ട് നാഗമ്പടത്ത് കോട്ടയത്ത്. അപ്പോൾ അതിൻ്റെ വീഡിയോസും കാര്യങ്ങളെല്ലാം ഞാൻ കാണിക്കുന്നതായിരിക്കും. അപ്പോൾ എന്താണെങ്കിലും ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അടുത്ത വീഡിയോ ആയിട്ട് ഞാൻ വരുന്നത് വരെ എല്ലാവരും വെയിറ്റ് ചെയ്യുക. അപ്പോൾ അവാർഡിൻ്റെ വീഡിയോ ആയിരിക്കും അടുത്തത് വരുന്നത്. അപ്പോൾ എൻ്റെ വീഡിയോ ആദ്യം കാണുന്നുണ്ട് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് അടിക്കുക, കമൻറ്റ് അടിക്കുക. താങ്ക് യു.